ഓക്കെ ഗൈസ് ഇന്ന് ആദ്യം സ്ട്രീം സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം സ്ട്രീം സ്റ്റാർട്ട് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. അല്ല സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം, ബ്രേക്ക് ഒന്നുമില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ബ്രേക്ക് എടുക്കാം. നീ ചെയ്യോ? ഇന്ന് ഫുള്ള് നീ ചെയ്യും. ഇന്ന് പോയടാ, എന്താ ഇവൻ പറയുന്നത്? പിന്നെ ഇല്ല സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം. നീ അങ്ങനെ സംസാരിക്കോ? അതാ സംസാരിക്കും. ഞാനുണ്ട് നീ ചെയ് നോക്കട്ടെ. ഞാൻ ഇങ്ങനെ ചെയ്യലേ, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സ്ഥിരമായിട്ട്. അയ്യേ എന്നാ ഞാൻ മാറ്റി പിടിക്കട്ടെ. അയ്യേ എടാ കൊച്ചും അല്ലല്ല സ്റ്റാർട്ടാക്കാൻ മാത്രം. ഓ ഓന അസൂയ, ഓന് പിടിക്കുന്നില്ല, ഓനിക്ക് പിടിക്കുന്നില്ല. അതെ കാരണം അമ്മ കഴിഞ്ഞിട്ട് ഇവൻ സ്ട്രീമർ ആവുന്നുള്ള ലെവലിൽ നമ്മള് പ്ലാൻ ആക്കിയ. അടുത്ത ആള് വരുന്ന ഇവന് പിടിക്കുന്നില്ല, ഇത് ഇവൻ സ്ട്രീമർ ആവുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം. നീ പേടിക്കണ്ട, പോയിക്കോ പോയിക്കോ. പേടിക്കുന്ന ഓന് ഭയങ്കര ടെൻഷൻ തന്നെ. ശരിയാലോ, ഇതെന്താ മൊത്തം ഡബ്ല്യു അതിലെ ശരിക്കോ? പോടാ. പറ താങ്ക് യു ഫോർ സൂപ്പർ ചാറ്റ് 20 rupees വ്യൂസ്. നോക്കടാ ചെക്ക് ചെയ്യുന്ന നോക്കിയാ. എടാ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവൻ. അല്ല സംസാരിക്കുന്നല്ലോ ഇവൻ, അല്ലെങ്കിൽ ഇവൻ വായ തുറക്കില്ലല്ലോ. ലൈവ് ഓണായി കഴിഞ്ഞാൽ വായ കൂട്ടരുത്. ഇതെന്തേ എടാ ഒരു എല്ല് പോലും ഇല്ലടാ എന്റെ മോനെ. ശകുനി വന്നിട്ടുണ്ട്, ശകുനിക്ക് ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു. ശകുനി വന്നിട്ടുണ്ട്. കുടി വിട്ടിട്ട് നീ ആറാ, നീ കത്തനാറാ? ഡബ്ല്യു മാത്രമേ പറയുന്നുള്ളൂ, ഒന്ന് വേറെ ഒന്നും ചാറ്റിലൊന്നും കാണുന്നില്ല. എടാ നീ പറ, നിനക്ക് ഇന്ററാക്ട് ചെയ്യ്, നീ സ്ട്രീമായിട്ട് ഇന്ററാക്ട് ചെയ്യ്. അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അതാ സൂപ്പർ ചാറ്റ് വന്നിട്ടാ. വെറുതെ എന്തെല്ലോ പറയുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ എന്തെല്ലോ എന്ന് പറയും, ഒരു അർത്ഥമില്ലാണ്ട് പറയും. താങ്ക്സ് പറ സൂപ്പർ ചാറ്റ്. താങ്ക് യു ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ് പെട്രോളിക്സ് കേരള. എടാ ആദിൽ വന്നാ പിന്നെ അടുത്ത് തുടങ്ങട്ടല്ലേ. ഇവനോട് എല്ലാവർക്കും ഇഷ്ടമാണ്. കൊറേ അഭിനയിക്കല്ലേ, എനിക്ക് നല്ല വിഷമമുണ്ട് മുഖത്തുണ്ടത്. എടാ പാവ, ചിലപ്പോ അവൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, നമുക്ക് അങ്ങനെ കാണുന്നു തോന്നിയിരിക്കും. വോയിസ് ഗസ്റ്റ് ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്, അതിന്റെ കഥ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് പറഞ്ഞ. ഓക്കെ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യട്ടെ. മറന്നു മറ്റേ അസറാണ് നല്ലത്. അസറാകുമ്പോൾ നല്ല സ്വാലിയത്തായ ഒമ്പിള്ളർ കിട്ടും. അതും ഇതും കാണിക്കുന്ന ഒമ്പിള്ളർ അല്ലാത്ത നല്ല നല്ല ഒമ്പിള്ളറെ കിട്ടും. മനസ്സിലാവും കാര്യം പറയാനാ. അങ്ങനെയല്ല സ്വാലിയത്തായത് ഞാൻ ഒരു ഇതിന് പറഞ്ഞത്, അങ്ങനെയല്ല. അങ്ങനെ കാണിക്കുന്ന ഒമ്പിള്ളർ ഞാൻ ഇതുവരെ ഇതുവരെ അങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, റിയലി സോറി ഞാൻ സൗണ്ട് ഓഫ് ആക്കിയത്. ഭൂതക്കണ്ണാടി ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന സൗണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി പറഞ്ഞു തരില്ല, നിക്ക ഒരു 2 മിനിറ്റ്, ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയട്ടെ. ആ സൗണ്ട് നിക്ക കഴിഞ്ഞോ? ഭൂതക്കണ്ണാടി ഇടത്തേക്ക് ഇല്ല, സൗണ്ട് ഓഫ് ആക്കിയത്. നടക്കൂല, ഇത് നടക്കൂല, ഇത് നടക്കൂല, ഇത് നടക്കൂല. അത് വന്നോണ്ട് അത് പറഞ്ഞോണ്ട് ഇവൻ 100 എണ്ണം ഒരുമിച്ചിട്ടില്ല. ഈ നാറി ഇവര് 10 റുപ്യ എന്താ ഈ പരിപാടി ചെയ്യുന്നത്? 1000 ഇത് ഭൂതക്കണ്ണാടി ഓന്റെ അലാക്കിലെ പോയിട്ടുണ്ടാവും. നോക്കട്ടെ. ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി, ഇടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഫുള്ള് കേട്ടാലേ തീരൂ. കേട്ടാ തീരുവോ?
രസം ഉണ്ടെന്നാ എന്താടാ പറയുന്നത്? അതിൽ എന്ത് രസമാണ് ഉള്ളത്? ഇടത്തോട്ട് നോക്കുന്ന ഭൂതക്കണ്ണാടി തീർന്നിട്ടുണ്ടാവും. ഇനി തീർന്നിട്ടില്ലെങ്കിൽ ഓനെ നമുക്ക് ഭൂതക്കണ്ണാടി. തീർന്ന് തീർന്നാ? ആ തീർന്നു. PPIJ. I love you all. Love you to PARAYO please. Yo, hey Lambo, thank you for 40 rupees. I love you too, brother. I love you too. എടാ എല്ലാരും ലവ് യു ടു പറയാൻ പറയുന്നുണ്ട്. ഓക്കെ ചാറ്റ് നമുക്ക് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇന്നലത്തെ പോലെ ആവാണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മുഖം ആനന്ദാശ്രുക്കളോടെയുള്ള മുഖം ആനന്ദാശ്രുക്കളോടെയുള്ള മുഖം. 3 അങ്ങനെ 2 or 3 ഇട്ടാൽ കുഴപ്പമില്ല. അങ്ങനത്തെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ പോലെയുള്ള അറാമ്പറപ്പുകൾ ഇന്ന് കയറി വരാണ്ടിരിക്കട്ടെ. നമ്മൾ ഇന്ന് മങ്കിയിൽ കയറണം, നമുക്ക് അസറിലേക്ക് കയറാം, പിന്നെ നമ്മളെ ലൊട്ടേ കയറാം. നമ്മളെ സ്വന്തം സൈറ്റിൽ നമ്മൾ കയറിയിട്ട് കുറച്ചായി. നമ്മൾ ഇത് ലൊട്ടാന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വന്ന് എപ്പം ലാസ്റ്റ് കയറിയ കുറേ ആയി. ഞാൻ കയറിയിട്ട് കുറേ ആയി. ഞാൻ സ്വന്തമായിട്ടൊരു സൈറ്റ് തുടങ്ങിയാണ് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കയറിയിട്ടെങ്കിൽ മോശം. ഓക്കെ, അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ലൊട്ടേ കയറാം, പിന്നെ അസറിൽ കയറാം. മങ്കി ഞാൻ ഇല്ല മോനെ. മങ്കി വേണമെങ്കിൽ നമുക്കൊന്ന് വെറുതെ കയറി ഈ ഹൈഡ് സ്ക്രീൻ ഉപയോഗിച്ചാല് ഇത് കണ്ട ഈ ഹൈഡ് സ്ക്രീന് കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. മനസ്സിലാ? ഇന്നലെ ഹൈഡ് സ്ക്രീൻ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്റെ കൈ സ്ലോ ആയി പോയി. ഞാൻ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യാത്തോണ്ട് ഷമീർ CA സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് ചോദിക്കുന്നത്. ഇന്നലെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കാണിക്കാം. കണ്ണൂര് പോയിട്ട് എടുക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. ഇന്ന് CA സർട്ടിഫിക്കറ്റ് കാണിക്കാന്നാ നീ പറഞ്ഞത്. കണ്ണൂര് പോയിട്ട് എടുക്കാണ്ട് ഞാൻ ചെയ്യും. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഉമ്മാനായിട്ട് വീഡിയോ കോൾ കാണിക്കാൻ പറ. ഇത് നിൽക്കാം. Ahmad Vika, thank you for 7.99 dirhams bro. Sangeet Khail, thank you for 20 rupees super chat. Mohammad Fadil, thank you for 40. Thank you for 20. Jarin Dreamwonder, thank you for 40. Shan Mohammad, Akshay Matthew, Martin Jaya, loyal person in the gang is Munu W Munu. Oh, thank you. Oh, thank you. കമന്റ് കൊതിച്ച് നിൽക്കുന്ന പോലെ നിർത്തി നിൽക്കുന്നടാ. നോക്കട്ടോ എന്നെ ഇനി വരുമ്പോ നമുക്ക് ഡാൻസ് കളിക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ ഫൈസോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ഈ മെമ്പർഷിപ്പിന്റെ കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതെന്താ സംഭവം? ഞാൻ ഇതിന് മെമ്പർഷിപ്പിന്റെ സംഭവം പെർക്കൊന്നും ഇങ്ങനെ പെർക്സ് എല്ലാം ആഡ് ചെയ്യുന്നു. പെർക്കിന്റെ സംഭവം ഉണ്ട്, അതെല്ലാം ആഡ് ചെയ്യണം. അടുത്ത ലെവലിലേക്ക് ആഡ് ചെയ്യാം. AJP ഷമീറിനെ കിക്ക് ചെയ്യും. മുഹമ്മദ് ഹക്കീം പറയുന്ന നിന്നെ കിക്ക് ചെയ്യാൻ. ഹക്കീം പറയുന്നത് നമ്മളെ കേൾക്കേണ്ട ആവശ്യമില്ല. ഹക്കീം പറയുന്നത് ഞാൻ കേൾക്കണം. ഹക്കീം അതാ പറയുന്നത്. ഞാൻ ഒരു 40 പേര് ഹക്കീമിനെ പുറത്താക്കാം. വീട്ടിലെന്തിനാ കൊറേ വാണങ്ങളെ കേറ്റുന്ന ഇപ്പൊ വണക്കുന്ന പോലെ തൊപ്പി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തോളെ ആദ്യത്തെ ആർപ്പിള്ളെ തങ്ങത് 40 B40 20. ഇതെന്താ ചാറ്റ് വരുന്ന പോലെ എന്താ സൂപ്പർ ചാറ്റ് വരുന്നത്? ഇതെന്താ ഇത്? നോമാഡ് താങ്ക്. ഇതെന്താടാ പേര് നിന്റെ അല്ലോ. താങ്ക് ഫോർ 179 rupees സൂപ്പർ ചാറ്റ് ബ്രോ. Please give shout out Vishnu UK Irikur in Dubai. Big shout out to Vishnu UK Irikur. ഇവന്മാരുടെ പേര് ഇങ്ങനെയാണ്. ഒരു ഷോർട്ട് നെയിം ഇടറാ. ഒരു കള്ളനെ പിടിച്ച കേസ്. ഇവിടെ ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു 2-3 മാസം മുമ്പ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മാസമായി. അപ്പോൾ ഒരു ലൈവില് ആരോ പുറത്ത് വന്നിട്ട് നമ്മളെ സ്റ്റെപ്പിന്റെ മുകളിൽ ഒരു പിസ വെച്ചിട്ട് പോയത് ഓർമ്മയുണ്ടാവും. അത് ഓർമ്മയുള്ള എത്ര ആൾക്കാരുണ്ട്? ഒരു ഹെൽമെറ്റും വെച്ച് മാസ്കും ഇതെല്ലാം ഇട്ട് മുഖം മനസ്സിലാവാത്ത ലെവലില് ഒരാൾ നമുക്ക് തിന്നാൻ വേണ്ടി പിസയും വെച്ചിട്ട് ഒരാൾ ഓടിന്, ഒരു കള്ളൻ. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ആ കള്ളൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ ആടിരിക്കുന്നുണ്ട്. ആളാടിരിക്കുന്നുണ്ട്. ഇതാരാ ഇപ്പുറത്ത് കുര്യാക്കോസ്? ഇതെന്താണത്? ഇതാരാ? ഇതെന്താ സത്ര? ഈ വീടെന്താ സത്ര? അന്ന് വന്നൊരുത്തയില്ല കുര്യാക്കോസ്. ഏത്? അന്ന് ഇവരൊരു 4 ആള് വന്നിട്ടില്ലേ? ഒരു 4 പിള്ളേർ കുര്യാക്കോസ്. എടേ ഇതെന്താ നാടെന്തോ ഓഡീഷൻ ഇരിക്കുന്നവരെ നീ എന്താ ചെയ്യുന്നത്? എന്താണ് ഗെയിം? എടാ നിനക്ക് ഗെയിം കളിക്കാനുള്ള ക്ലബ്ബാണോ ഇത്? മിന്നാന്ന് പോകുമ്പോ അന്ന് ഇവനിവിടെ പുറത്തുനിന്ന് ഇവിടുന്ന് ഗെയിം കളിച്ചിട്ടുള്ള പോക്കാ. അല്ല നിക്ക് ഇതാ
ഇതാണ് നമ്മൾ അറിയാണ്ട് നമുക്ക് വന്നിട്ട് സ്റ്റെപ്പിന്റെ അവിടെ ഫുഡ് വെച്ചിട്ട് പോകുന്ന കള്ളൻ. ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഇതാ പേരെന്താണ്? മെൽവിന്റെ പരിപാടി എന്ന് വെച്ചാ നീ ഇങ്ങനെ എത്ര വീട്ടിൽ പോയിട്ട് ഫുഡ് കൊണ്ടുവച്ചിട്ട് വരലുണ്ട്? ഇതിന്റെ സ്ഥിരം പരിപാടിയാ? അതെന്താ ഇതിന്റെ കഥ പറ, എന്താ നിന്റെ പ്രശ്നം, എന്താ നിനക്ക്? ചാറ്റ് ഇവന്റെ ഒരു മൈൻഡ് ഇങ്ങ് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവൻ ഇവിടെ വന്നിട്ട് നമ്മളറിയാണ്ട് ഫുഡ് പുറത്ത് വെച്ചിട്ട് ഓടുക, ഇതാ ഇവന്റെ പരിപാടി. ഇന്ന് കയ്യോടെ പിടിച്ച് ഞാൻ കാര്യം പറഞ്ഞു. ഇതെന്തിനാ ഇവൻ ഇത് ചെയ്തത്? നീ എന്റെ ഇത് പറ, നിന്റെ കഥ പറ, എന്താന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറ. സന്തോഷം കൊണ്ടേക്ക് തൊപ്പിനെ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനൊന്നും പറയല്ലോ ഞാൻ. എനിക്ക് ഇങ്ങനെ ഒരു ഘടോത്കചൻ ശരീരം വെച്ചിട്ട് നീ ഇങ്ങനെ സോഫ്റ്റ് ആവല്ലേ? ഗബ്രിയല, ഇതൊരു ഗബ്രിയല്ലേ ഇവൻ? നീ എന്താ ചെയ്യുന്ന? എന്താ നിന്റെ പരിപാടി? സൊമാറ്റോ ഫുഡ് ഡെലിവറി. അപ്പൊ അല്ല ആർക്കെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റാ ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോകുന്ന? പിന്നെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇവിടെ അയാളുണ്ടാക്കുന്ന അമ്മയാ? ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ്. നീ ഫുഡ് ഉണ്ടാക്കോ? ആ ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? എന്തുകൊണ്ടെന്ന് എടി ഈ കുഞ്ഞു ബാഗില്ല. എടാ ഇവന്റെ എടാ ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? നിനക്ക് എന്താ ഇതിൽ കിട്ടുന്നപ്പോ? നിങ്ങളെ കാണാതെ അതാണ് ഇതിന്റെ സന്തോഷം. അതാണ് അന്ന് ഞാൻ ഒരു കാര്യം പെട്ട, അന്ന് നീ പിസ്സ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഓടി. ആ ദിവസം നമ്മൾ എത്ര ടെൻഷൻ അടിച്ചോ. കാരണം ഇത് തിന്നാൻ പറ്റുമോ, ഇതിൽ വിഷം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല. എനിക്ക് ഇതേപോലെ വന്നിട്ട് നമുക്ക് തന്നിനെങ്കിൽ ഒരു പ്രശ്നമില്ല. നീ എന്തിനാ അങ്ങനെ വെച്ചിട്ട് പോകുന്ന? ഇപ്പൊ മോന്നാണിക്കാൻ മടിയില്ലേ? റാംബോ 2.0 റാംബോ 2.0 ചോറും ബീഫും. ചോറും ബീഫാ? ഇത് നീ ഉണ്ടാക്കിയതാ? അമ്മ തത്തിടാ, അമ്മ തത്തിട്, അമ്മ തത്തിട്. ആണോ? പിന്നെ ജാസിന്റെ ടേസ്റ്റി ഫുഡോ? അമ്മ ജാസി കഷ്ടപ്പെട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പാവം. ജാസി തട്ടുകട ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇന്ന്. അല്ല ഇത് ഒരാൾക്കൊന്നാണല്ലോ ഉള്ളോ? ഇപ്പൊ നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് തിന്നാ പോരെ? ഇപ്പൊ തിന്ന് എന്തൊരു തീറ്റ പണ്ടാരാടാ നീ, മാറി. ഇത് നീ ഉണ്ടാക്കി തന്നെയാ? ടേസ്റ്റ് ചെയ്യാം. ഓക്കെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം. എടാ ഇവിടെ നിലത്താക്കല്ല. ബിസ്മില്ലാ. പക്ഷെ അത്രക്ക് ടേസ്റ്റ് പോകാൻ ചാൻസ് കുറവാണ്. ഇതിനെക്കാട്ടും തന്നെ ഞാൻ ഉണ്ടാക്കൂട്ടെ. ഇത് ജാസിനെക്കാളും ബെറ്റർ ആണോ? അല്ലേ? അല്ലേ? ഇത് നമ്മളെ പള്ളിക്കറിന്റെ നബിദിനത്തിന് പള്ളിക്കറി, നബിദിനത്തിന് പള്ളിച്ചോറ് കിട്ടുന്ന ഇതല്ലേ ഇത്? നീ മുസ്ലിമാ? പിന്നെ എങ്ങനെ എനിക്ക് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കാൻ അറിയാം? യൂട്യൂബിൽ ആരെ വീഡിയോ? അവിടെ ഒരു മിനിറ്റ് ഒന്നും കൂടെ ഒരു അപ്പൊ ഞാൻ ഭയങ്കര ടേസ്റ്റാ. എന്തൊരു ടേസ്റ്റ്. താഴെ നോക്ക്. ജാസി നീ പറഞ്ഞാ നിന്റെ ഞാൻ തിന്നോളാം. എന്റെ ബീഫിനെ ഞാൻ വെറുതെ പറയല്ല, ഉമ്മ സത്യമായിട്ട് ഞാൻ കള പറയില്ല. ഉമ്മ സത്യം ജാസിന്റെ ഫുഡിനെക്കാളും നല്ലോ. അല്ലേ നമ്മ ജാസിന്റെ ഫുഡിനെക്കാളും നല്ലത്. ജാസിന്റെ ഫുഡിനെക്കാളും എത്രയോ നല്ലതാണ്. ഒരു 3 ഇരട്ടി നല്ലതാന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഒരിരട്ടിയെങ്കിലും നിന്റെ ഇരട്ടി ടേസ്റ്റുള്ള ഫുഡാണ് ഇത്. നീ പറ, നിന്റെ അഭിപ്രായം പറ. അല്ല നിന്റെ അഭിപ്രായം പറ. നല്ല രസമുണ്ട്. അത് അമ്മന്റെ കൈപ്പുണ്യൊക്കെ ഉണ്ടാകുമ്പോ നല്ല രസം ഉണ്ടാവും. അമ്മ ഉണ്ടാക്കിയ ആയിക്കോട്ടെ, അടിപൊളിയാണ്. അപ്പൊ എന്റെ ഫുഡ് തീരെ രസമല്ല. നിന്റെ ടേസ്റ്റ് ഇല്ലാന്നല്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നല്ല സാധനം. ഇവന്റെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലടാ. ഈ ജാസിന്റെ എന്തൊരു ഇതാണത്. നമ്മള് നബിദിനത്തിന് പണ്ട് ചോറ് കിട്ടും, അതേ ടേസ്റ്റ്. ഇല്ലേ അവിടെ ഒരു മിനിറ്റാ. കുറച്ച് വെള്ളം എടുത്തിട്ടോ, കുറച്ച് വെള്ളം തോർത്തോട്ടെ. ഓക്കെ
ന്യൂ കുക്ക് ജാസി ഔട്ടാ. എടേ എടാ അത് നല്ലൊരു തീരുമാനം ആയിരിക്കുമല്ലോ. നല്ല ഫുഡ് കഴിക്കാലോ. റിപ്ലേസ്മെന്റ് നല്ലൊരു തീരുമാനം ആയിരിക്കുമല്ലോ അത്. സത്യമായിട്ട് ഞാനല്ല സ്പാം ന്യൂ കുക്ക്. എടാ ഞാനല്ല പറഞ്ഞത്. നോക്ക് New chat cook. ചെയ്ത് മൊത്തം നോക്ക്. ഫുൾ ന്യൂ കുക്ക്. പാവടാ. അപ്പൊ ജാസി അതെന്താ നമ്മളെ എടാ അങ്ങനെ ഒരു ടിസ്റ്റ് എന്നൊരു ചവിട്ട് കൊടുത്താലോ ജാസിക്ക്? നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാവും നീ വിചാരിച്ചിട്ടല്ലോ. തമാശ എന്നോട് പറ. അത് നല്ലൊരു തീരുമാനം ആയിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ല. എടാ നീയാതെ ഓൻ പറഞ്ഞ യൂട്യൂബെല്ലാം നോക്കിയിട്ടുണ്ടാക്കി ഓൻ 2 വർഷം മുമ്പ് യൂട്യൂബൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കി. എടാ നീ അതൊരു കാര്യം എടാ നീ ചാറ്റ് നോക്കിയത് എന്താ സംഭവം? എല്ലാരും എന്താ പറയുന്ന നോക്കിയാ? പറയുന്നത് തമാശയല്ല. എടാ ഞാൻ എന്റെ ഉമ്മ സത്യം എനക്ക് അറിയാണ്. ഞാൻ പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. അവരായിട്ട് പറയണതാ. ന്യൂ കുക്ക് എല്ലാരും ജാസി ഔട്ട് ന്യൂ കുക്ക്. എടാ എന്താടാ എടാ എനക്കറിയില്ല, സത്യം എനക്കറിയില്ല. 2-3 മാസമായിട്ട് എല്ലാം നിന്റെ ഒപ്പം നിന്ന് നല്ല സെറ്റ് ചെയ്തല്ലടാ. അമ്മ അറിയുന്നല്ലോ. എടാ ഒന്ന് എന്നെ ഇതാക്കി. ടേസ്റ്റ് കുറച്ച് കൂടുതലായി പോയി. എന്നൊരു കാര്യം ചെയ്യണം. ജാസിയില്ല ഞാനൊരു കാര്യം പറയട്ടെ. കൈ കഴുകാൻ തോന്നല്ല, നക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നക്കിക്കൊണ്ടിരിക്കാൻ എന്താ നീ ടേസ്റ്റ് എല്ലാം ശരി തന്നെയാണോ? ഓക്കെ എടാ നോക്ക്, ഞാന് പൂരി നിങ്ങക്ക് വേണ്ടിട്ട് നിന്റെ അല്ല കൊണ്ട് പറയിപ്പിക്കണ്ട. അങ്ങോട്ട് പോടാ. ഇനി ഇവനെ നമുക്ക് ആവശ്യമില്ല. ഒരു ചവിട്ട് കൊടുത്ത് വിടാ. ഇല്ലടാ വെറുതെ അങ്ങനല്ല. ജാസി ഒരു കാര്യം ചെയ്യട്ടെ, ഇവനിടക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ. കാരണം ഇവന് നല്ല ടേസ്റ്റ് ഉണ്ട്. ജാസി ഞാൻ വെറുതെ പറയുന്നതല്ല. നിന്റെ നിന്റെ പക്ഷെ ഉപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ ഫുഡിന് ഉപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോ ഒന്നിക്ക് ഉപ്പ് കൂടും അല്ലെങ്കിൽ ഉപ്പ് കുറയും. നീ കയ്യെല്ലാം കഴിക്കിട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബാക്കി പറഞ്ഞുതരാം. അല്ല നീ ഇവിടെ നിലം തുടക്കാൻ നിൽക്ക്. നീ എടുത്ത് നിലയിലും വൃത്തിയാക്കാൻ നിൽക്ക്. നീ പോയി കൈയൊക്കെ ഇപ്പത്തേക്ക് മാറി നമ്മൾ തമ്മിലുള്ള അല്ലല്ല അങ്ങനല്ല. നമ്മൾ അങ്ങനെ ബന്ധത്തിലൊന്നും ഒരു മാറ്റമില്ല. ഇത് നീ നിലം തുടച്ച് ജീവിക്കൂടാ. എടാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് മടുക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ അതെ അതുപോലെ ടേസ്റ്റുള്ള ഫുഡ് ടേസ്റ്റ് ഉണ്ടോ അങ്ങോട്ടേക്ക് നമ്മള് ചെറിയ ചായ വരൂലേ? എടാ ഇടക്കം വന്നോട്ടെ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല ബുദ്ധിമുട്ട് സഹായിക്കുന്നതിന് ഇവന്റെ ഈ എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മെൽവിനാന്ന് ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ എന്തിനാന്ന് ഇത് ശരിക്കും ചെയ്യുന്നെന്ന് പറഞ്ഞേ? സന്തോഷം കൊണ്ട് നിങ്ങളെ കാണാൻ ചിലപ്പോൾ അങ്ങനെയാണ് ഇടക്കിടക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ പറ്റുമോ? നീ അപ്പൊ ഒരു പണി ചെയ്യുന്നില്ലേ? ജോലിയില്ലേ? ഫുഡ് ഡെലിവറി ആ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ഇല്ലല്ലോ. നമുക്ക് എപ്പോ വേണമെങ്കിൽ പോകാല. അപ്പൊ ജാസി അങ്ങനല്ല. ജാസിനെ പുറത്താക്കാണ്ട് തന്നെ നമുക്ക് സോറി പോളിടാൻ പറയുന്ന എല്ലാരും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനെ നമ്മള് ആയോധനകലയ്ക്കുള്ള യൂണിഫോം എന്തിനാടാ ഇങ്ങനത്തത് ഇടുന്നത്? ബാക്കിയുള്ളവർ മര്യാദക്ക് നമ്മളോട് സ്നേഹം കൊണ്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട്. അവരതും കൂടി ഇല്ലാണ്ടാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ റിപ്പീറ്റ് സാധനങ്ങൾ ഇട്ടിട്ട്? തീരൂല. അത് ഓഫാക്കിട്ടുണ്ട്. കുറച്ചേലും ഓണാക്കാം. ഈ ലൈവിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പറ്റുമോ? അത് നല്ലൊരു ചാലഞ്ച്. അത് നമുക്ക് ഒരു ലൈവ് മൊത്തം ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, ഒരു ലൈവിൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം. നോക്കാം. ആരാ വന്നത് നോക്കിയാ? പോൾ എല്ലാരും പോള് പറയുന്നത്. ഷെമി നോട്ട് സി ഇറ്റ് ക്യാൻ ബി ദ സീൻ ഓൺ. അവൻ പിന്നെയും വന്ന് പറയുന്ന. അവൻ പിന്നെയും വന്ന് പറയുന്ന പാസോ അങ്ങനെ പറഞ്ഞ. എടാ പോളെന്ന് പറഞ്ഞാ പോള് ഇപ്പൊ പോളിട്ട എല്ലാരും ഇപ്പൊ പോളിട്ട് കഴിഞ്ഞാ എല്ലാരും ജാസിനെ മാറ്റാനോ പറയുക. 1000 രൂപ. 1000 രൂപ അതാരും ഇട്ടത്? ഒരു മിനിറ്റ്. താങ്ക് യു ഫോർ ദ 1000. ഷെമീർ ലബ്ബോ അതാര്? 1000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്താ ഷെമീറെ. യോ താങ്ക് യു ബ്രോ. താങ്ക് യു ഫോർ ദ. അത് ഷെമീറിനാന്നോ? ഷെമീറിന് നിന്റെ പേരിൽ വന്ന. അപ്പൊ നിനക്ക് നീ താങ്ക് യു പറ. താങ്ക് യു. എന്താ? ഓ തന്നിട്ട് ഇത് മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ പോയത്. താരടാ എന്റെ ഇതെന്ത് വരച്ചതാ? ആ എന്ത് തുടങ്ങി? അടുത്ത നാടകവും സ്ക്രിപ്റ്റ് ഇവന്റെ കൊറേ അനക്ക് കയ്യിലേ ഇത് തുടങ്ങുന്നുണ്ട്. അടുത്ത ആള് ഒരുത്തന്റെ നാടകം ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇതാ അടുത്ത ഡ്രാമ തുടങ്ങി. അനക്ക് കയ്യിൽ ഇതൊന്നും കാണാന്
അല്ല അതല്ല ഓരോ പിന്നാലെ എത്രയോ 17 AD എത്രയോ ആ, 17 നോക്കട്ടെ ആ, പോയി. എടാ ഒരു മിനിറ്റ് ഇതെന്താ സംഭവം ഒരു വരച്ച ഇത് വരച്ചതാടാ ഇതാ ഇവിടെ ഇങ്ങനെ താന്ന്. ബാക്കിൽ എന്തോ ഡബ്ല്യൂ കമ്പിയുണ്ട് കമ്പി എന്തിനാ? പൊന്തുവോ ആ കമ്പി പൊന്തുവോ? ജലീൽ 369 എഴുതിയിട്ടുണ്ട്. താങ്ക് യു ജലീൽ ബ്രോ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ബ്രോ. അടിപൊളിയായിരുന്നു. താങ്ക് യു ജലീൽ ബ്രോ, താങ്ക് യു. കമ്പി പൊന്തുവോ? അതെന്താ കേറിയിട്ട് പോകാൻ പറയണ്ടേ? പറഞ്ഞിട്ട് കേറണില്ലെന്ന് പറഞ്ഞു. ഈ ഇങ്ങനെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത കുറേ ആൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ, കാര്യം പറയാലോ. പക്ഷെ എന്നാലും ഒരു ഡബിൾ ഗിഫ്റ്റ് ആടാ. ഇതിൽ വെക്ക്. ഇത് കറക്കാൻ പറ്റുമോ? കറക്കാനോ? സ്റ്റാൻഡായിട്ട് വെക്കാം. സാലറി ഒന്നും വേണ്ട. എടാ ഞമ്മള് വെറുതെ തമാശ ആക്കുന്ന നിന്നെ പുറത്താക്കുകയും ചെയ്യില്ല. നീ എന്തേ ഓവറാക്കി ഇതെന്താ എന്തൊരു അഭിനയാണത്. ഇത് സ്ക്രിപ്റ്റാണ്. ഇത് സ്ക്രിപ്റ്റ്, അടുത്ത സ്ക്രിപ്റ്റ്. അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്ക് ചിന്തിച്ചിട്ടില്ല. കണ്ണോളം വരുന്നുണ്ടോ? അല്ല അതല്ല ഞാൻ അതിനല്ല. നമ്മള് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞോട്ടാ. അല്ല അങ്ങനല്ലേ ഇല്ലടാ, ഞാൻ അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഇത് വെറുതെ ഒരു ഇത് പറഞ്ഞത്. എന്താ കൊറേ നാടകം, അടുത്ത പൊറോട്ട നാടകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സീനില്ല. 2 കുക്ക് ആടാ, 2 കുക്കിനെല്ലാം വെക്കാന്ന് പറഞ്ഞാ അതെല്ലാം കുറച്ച് അടങ്ങാറായിരിക്കും. എടാ 17 AD നോക്കണം. 17 AD എന്ന് പറഞ്ഞാ നോക്കട്ടെ. എവിടെ കാണുന്നില്ല. ആ അതെ 100 10 AD ആരോട്ടിട്ടാ ഫോർഗീവ്. നമ്മുടെ അങ്ങനെ ഫോർഗീവ് ചെയ്യാനൊന്നുമില്ല മുത്ത. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെ ജീവിക്കുന്നതെന്ന്. ഇവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആരും കൈവിടാൻ പോകുന്നില്ല. പിന്നെന്ന് വെച്ചാൽ തീരെ ഒരു പണിഷ്മെന്റ് കൊടുക്കാണ്ട് വിടുന്നത് ശരിയല്ലല്ലോ, മനസ്സിലാവും. പിന്നെ ആൾക്കാർ എന്തു പറയും, നമ്മളിവിടെ അങ്ങനത്തെ ഒരു തലമുറനെ ഉണ്ടാക്കി എടുക്കുന്നതെന്നല്ലേ പറയുക, മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ഡോസ് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ എന്ത് ഇതുണ്ടെങ്കിലും ഇപ്പൊ ജാസിനെ പുറത്താക്കുന്നത്, ജാസിനൊന്നും ഒരിക്കലും നമ്മള് ഈടുന്ന ആരും നമ്മൾ പുറത്താക്കൂല, മനസ്സിലായി. അത്രയും ഡാർക്ക് സാധനം ഇതാക്കാൻ മാത്രമേ പുറത്താക്കൂ, മനസ്സിലായി. അത്രയും ഡാർക്ക് സംഭവം പെരുമാറും. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ നാളെ ഇനിയിപ്പം അടുത്തൊരു എന്തായാലും വരും, ഇടക്കിടക്ക് അടുത്തൊരു സീൻ വരും. മിക്കവാറും ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പ്. ഇവന് വാണിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇവന് വാണിംഗ് ഒന്നും ഞാൻ കൊടുക്കൂല. ഇവന്റെ ഒരു സീൻ വന്നാൽ ഞാൻ സ്പോട്ടിൽ ചവിട്ടി ഇവനെ പുറത്താക്കും. ഞാൻ കാര്യം പറയില്ല, ചെറുപ്പം മുതലുള്ള ബന്ധം ഒന്നും പറഞ്ഞ കാര്യമില്ല പോലെ. എൻ്റെ നീ എന്ന് പറഞ്ഞാൽ അത്ര നീ മമ്മൂൻ്റെ എല്ലാം അറിയാണ്ടായി പോകുന്നത്. നീ അറിഞ്ഞും കൊണ്ട് ഹെയ്റ്റ് വാങ്ങാനായിട്ട് ഇങ്ങനത്തെ ഇത് ചെയ്യുന്നുണ്ട്. നീ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറെ മണ്ടത്തരം നീ കാണിക്കുന്നുണ്ട്. നീ ഒരു ശകുനിയാണ്. അറിയാണ്ട് ഞാൻ ചിരിച്ചു പോയല്ലേ, വേറെന്താ ചെയ്തേ? ഓന്റെ കരച്ചിൽ കണ്ട് ചിരി വന്നു പോയി, അതല്ലാണ്ട് വേറെന്ത് ഞാൻ ചെയ്തു? കുക്കിംഗ് കോമ്പറ്റീഷനോ? ഓ അത് നൈസായിരിക്കുമല്ലോ. ഇല്ലടാ, അങ്ങനെ കോമ്പറ്റീഷൻ വെക്കുവാണെങ്കിൽ ചെക്കനെ ജയിക്കുക. മെൽവിനാണ് ജയിക്കാൻ പോകുന്നത്. കാര്യം പറയാല, അത് ഞാൻ പറയാല. അത് ഇപ്പൊ ഉണ്ടാക്കിയ ഫുഡ് ഇവൻ ഉണ്ടാക്കി തന്നെ ആണെങ്കിൽ മോനെ ജാസിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. കാര്യം പറയാലോ. അങ്ങനെ ഒരു ഓന്റെ നിന്റെ ഊരിയും നിന്റെ കൊറേ മറ്റേ ചപ്പാത്തി ഇത് നമുക്ക് ഇവിടെ വെച്ചാലോ? സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റില്ല. ഇതിന്റെ മുന്നിൽ വെക്കാലോ ഇങ്ങനെ. ഇതിങ്ങനെ വെക്കാം നമുക്ക്. കണ്ടാ? എന്തായാലും താങ്ക് യു ജലീൽ 369, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ബ്രോ. ഓക്കെ ചാറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ജാസിയാണ് ബെറ്റർ എന്ന്. അത് ആരാ പറയുന്നത്? നിങ്ങൾ ജാസിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ജാസി അടിപൊളി ഫുഡെല്ലാം തന്നെയാണ്. ജാസി നല്ല ഫുഡെല്ലാം തന്നെയാണ്. ഓക്കെ. അതെന്ന് വെച്ചാല് ജാസി എന്ന് വെച്ചാല് ഇവൻ അതിനേക്കാളും ബെറ്റർ ആയി, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ജാസിന്റെ മോശം ഫുഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. ജാസിന്റെ നല്ല ഫുഡെല്ലാം തന്നെയാണ്, പക്ഷെ അതിലും നല്ല യന്ത്രകുതിര 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 എൽ സൂപ്പർ ചാറ്റ് ബ്രോ. എൽ സൂപ്പർ ചാറ്റ്. എൽ സൂപ്പർ തമിഴത്തെ ആയിരിക്കും ചിലപ്പോ. നീ അങ്ങനെ ഓരോ ഭാഷനെ കളിയാക്കുന്ന പോലെ അല്ലേ? ഹനാൻഷ എന്താക്കി? ഹനാൻഷ ചാറ്റിൽ വന്നാ? ഹനാൻഷ ലൈവോ? ഹനാൻഷ ലൈവ് ഇട്ടോ? കയ്യൊക്കെ നക്കണ്. കൈയല്ലാണ്ട് ഒരു മിനിറ്റ്. ഇല്ലല്ലോ ഹനാൻഷ ആകെ 2 ലൈവ് ആയിരുന്നു. 4 മാസം മുമ്പ് 1 മാസം മുമ്പ് പെലച്ച ലൈവ്, അതായത് രാവിലത്തെ ലൈവ്. ഹനാൻഷ ഇപ്പം ഒരാഴ്ച ഒരു വീഡിയോ ഒന്നും ഇടാത്ത. ഹനാൻഷക്ക് എന്താ പറ്റിയേ?
സാധാരണ ഡെയിലി ഇടുന്നതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി അനാൻഷ മെസ്സേജ് അയച്ചോ? അനാൻഷ മെസ്സേജ് അയച്ചോ? അനാൻഷ എന്താ ചാറ്റോ? ഒരു മിനിറ്റ് നോക്കട്ടെ. അനാൻഷ വന്നോടാ? മുട്ട കറിയിലിടാനാ? എവിടെ? ഇതോ? എടാ അത് അനാൻസിന്റെ ഒറിജിനൽ ഒന്നും അല്ലായിരിക്കും. പോടാ, ഫേക്ക്. ഇവന്മാർ ഇതെന്ത് മണ്ടന്മാരാണ്. അത് കണ്ട മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അത് ഫേക്കാന്ന് അത് കേറി നോക്കണം, ചാനലിൽ കേറി നോക്കണം, അപ്പൊ മനസ്സിലാവൂലേ? അല്ലെങ്കിൽ സാമാന്യ ബോധം പോരടാ. അനാൻസ് ഇവിടെ വന്നിട്ട് എന്തിനാന്ന് ലൈവ് ചാറ്റിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? അനാൻസ് അങ്ങനെ ടൈപ്പ് ചെയ്യലുണ്ടോ? വേറെ ആളെ ലൈവ് സ്ഥലത്തെല്ലാം പോയി കമന്റ് ചെയ്യലുണ്ടോ? എനിക്കറിയില്ലേ. ആണോ? മങ്കിയിലേക്ക് ഞാൻ ഇല്ല മോനെ. മങ്കി എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യണ്ട. മങ്കിയിലേക്ക് ഞാൻ ഇല്ല. മങ്കി ഹലോ, ഫ്രീയാ? ലൈവിൽ എല്ലാവരും നിന്നെ വിളിക്കാൻ പറയുന്നത്. വീഡിയോ കോൾ ആക്കോ? നിനക്ക് ഫേസ് ടൈം ഇല്ല? എന്നെ ഇങ്ങോട്ട് ഫേസ് ടൈം ചെയ്യോ? അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിക്കാം പെട്ടെന്ന്. ഓക്കെ ഓക്കെ, ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ ചാറ്റ്. അത് നമുക്ക് ചോദിക്കണം. അത് നമുക്ക് രണ്ട് ചോദിക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവൻ ചെയ്തതൊന്നും ശരിയാണോ? ചാറ്റ് പറ. യെസ് ഓർണോ? യെസ് ഓർണോ? വേറെ ഒന്നിനും നിനക്ക് ഉറങ്ങുമ്പോ വിളിച്ച് പിടിച്ചെണീപ്പിക്കണ്ടല്ലോ. ഇതെന്താ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാര്യം പറയല. ഓക്കെ ഓക്കെ ഓക്കെ. ഡീസന്റ് ഡീസന്റ്. കണ്ണൂരിടണം. ബ്രോ മാമ വൈൻ ഇന്റർവ്യൂ കഥ ആങ്കർ സുറി പറാനു. ഹായ് ഹായ്. എന്തല്ല സുഖല്ല? എന്താ പരിപാടി? സുഖം. ഇതെന്താ സംഭവം? ഇവനായിട്ട് ഇന്ന് റീൽസ് എടുത്താ? ഇവനാണപ്പോ സൂത്രധാരൻ. നീ നമ്മളോടൊന്നും പറയാണ്ട് പുറത്തു പോയി ഞാനല്ല പോയത്. തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത്. എന്നാ പിന്നെ അന്നെ ഒരു വിളി വിളിക്കുക. ഇവൻ പറഞ്ഞു പോണെന്ന് അവരെ കൂട്ടിട്ട് പോയി. അതെന്ത് പരിപാടിയാ വേറെ? മുഴുവല്ല തിന്നത്. ആണോ? മേലെ വിളിക്കരുത് അല്ലേ? ആരാ ഉണ്ടാക്കിയതൊക്കെ? അപ്പൊ പഴയ ഫുഡെല്ലാം ഈ പശുക്കളെ നീ തീറ്റിച്ച്. അതാ സംഭവം. അല്ല, ഇവൻ ഭയങ്കര നിരപരാധി കളിക്കുന്നുണ്ട്. ഇവന് ഇതിലുള്ള റോൾ എന്താ? ഇവൻ എന്നോട് പറഞ്ഞില്ല. ഇവൻ എന്നോട് പറയാണ്ട് പോയി. നീ അത് ഉറങ്ങലായിരുന്നു. ഉറങ്ങാൻ വിളിക്കാൻ പറ്റുമോ? അങ്ങോട്ട് കാണിക്കതാ. ഇവൻ പറഞ്ഞത് കേട്ടല്ല. നമുക്ക് കോംബോ ആവാൻ. എല്ലാരും കേട്ടോ? അതിന്റെ പരിപാടി നീ മുണ്ടാടുക. എനി ചാറ്റ് പറയൂ. എനി നീ മുണ്ടണ്ട. സത്യം ആരാ പറഞ്ഞേ? ഓള് പറയുന്ന കേക്കട്ടെ. എല്ലാരും ഒന്ന് മുണ്ടാണ്ടിക്ക്. ഓള് പറയട്ടെ. ആരാ പറഞ്ഞ കോംബോ ആക്കാൻ ആരാ പറഞ്ഞേ? നീ സത്യം ലാസ്റ്റ് ആരാ പറഞ്ഞേ? ഇവിടെ സത്യം ഇടുന്നില്ല. ഇതെന്താ? എടാ ചാറ്റ് മൊത്തം നിന്നെ പ്രപ്പോസ് ചെയ്യാനാ പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്റർവ്യൂവിൽ ഒരു പ്രപ്പോസൽ സീൻ വന്ന ഓർമ്മയുണ്ടാവും. എന്നോട് ആ ഇന്റർവ്യൂവിൽ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടൊരു സംഭവം വന്ന്, ഒരു ചാലഞ്ച് വന്ന്. ഞാൻ സ്കിപ്പ് ചെയ്ത്. കാരണം എന്താ നിന്റെ അഭിപ്രായം എന്താ? ഞാൻ പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അല്ല, എന്തൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ. എന്ത്
ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല പറ. ഹൈഡ് ചെയ്യാൻ എന്താ തെറി വന്നോ? പിന്നെ ആ എന്താണ് കമന്റ്സ് എന്ന് പറ. ഞാൻ കണ്ടില്ല അതുകൊണ്ടാ. നീ പറ എന്താ സംഭവം. ആണോ? എന്നാ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എന്നാ നമുക്ക് പ്രേമിച്ചാലോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഓക്കെ പ്രേമിക്കാം, വേണേ പ്രേമിക്കാം. പക്ഷെ നീ ആദ്യം ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അല്ല ഞാൻ തമാശ പെട്ടു. ഞാൻ കാര്യമായിട്ട് ചോദിക്കട്ടെ, മേറിന് എന്താ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത? അല്ല ഞാൻ അങ്ങനല്ല ഞാൻ 12 മണിക്ക് ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് വിളിക്കുന്നതല്ല. 30,000 ആൾക്കാരെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ സീക്രട്ട്ലി വിളിക്കുന്നതല്ല 12 മണിക്ക്. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ഡൗട്ടാണ്. ഇത്രയും സുന്ദരിയായ മേറിന് എന്തുകൊണ്ട് ബോയ് ഫ്രണ്ട് ഇല്ല? പണ്ടോ? എത്ര കാലം മുന്നേ? കഥ പറ. ആണോ? അപ്പൊ അടുത്താളെ നോക്കുന്നില്ലേ? കല്യാണം കഴിക്കണ്ടേ? കുറച്ച് വയസ്സായിട്ടുണ്ടാവില്ലേ? കണ്ടിട്ടൊരു 30 തോന്നുന്നുണ്ട്. നിങ്ങക്ക് ശരിക്കും എത്രയാ? 40. കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായം ആണോ? കുറച്ചാളെന്ന് പറഞ്ഞാൽ എത്ര നാള് കാത്തിരിക്കണം ഞാൻ? അല്ല എത്ര നാളെടുത്തിട്ട് നീ കല്യാണം കഴിക്കും? 2 വർഷം. അതെന്തിനാ ഈ 2 വർഷം കാത്തിരിക്കുന്നത്? സാധാരണ മുസ്ലിംസ് എല്ലാം 25 ആകാനൊന്നും വെയിറ്റ് ചെയ്യില്ലല്ലോ. അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? ഒന്നുമില്ല, അതോട്. പിന്നെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ ഇവരൊന്നിച്ച്? ആദിലും മുനും എല്ലാം റീൽസ് എല്ലാം എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഞാനും കൂടി വരാം. അടുത്ത ആഴ്ച ഞാനും ഉണ്ട്. നമുക്ക് റീൽസ് എടുക്കാം വേറെ. ഞാൻ ഇതുവരെ റീൽസ് മറ്റങ്ങനെ റീൽസ് ഇട്ടിട്ടില്ല. നിങ്ങൾ ഈ പൂക്കി സാധനങ്ങള് എല്ലാം മറ്റേ മീൻസ് അങ്ങനെയല്ല. ഞാനങ്ങനെ റീൽസ് ഓളികളെ ടൈപ്പ് റീൽസ് ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഞാൻ തുടങ്ങിയാലോന്ന് ആലോചിക്കുന്നു. അല്ല അങ്ങനെയല്ല, സൂപ്പർ വാവയിൽ ഇടുന്ന പോലത്തെ സാധനങ്ങൾ. നിന്റെ സൂപ്പർ വാവ എന്ത് ചെയ്യേ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ചാറ്റിലുള്ള ചോദ്യങ്ങളാണല്ലോ. അല്ല എന്നോട് ചാറ്റ് ചോദിക്കുന്നതാ. എനിക്കറിയാം അന്ന് നീ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പം എനിക്കറിയാം. ഞാൻ ഇത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. മുനു ലവ് മെഹറോ? മുനുവിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളെ മുനുവിനെ നോക്കുന്ന 10-28 വയസ്സുണ്ട്, സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, എല്ലാം ഇതുണ്ട്, ഒരു സ്കൂട്ടറും ഉണ്ട്. കാണാൻ എന്താ കുറച്ചൊരു ഓന്തുളിക്ക പോലെ ഉണ്ടെങ്കിലും നോക്കുമ്പോ അങ്ങനെ തോന്നുമെങ്കിലും നേരിട്ട് നല്ല രസമാണ്. അതാ ഇടയ്ക്കൊരു ടർക്കിക്ക് പോയി വെള്ളത്തിൽ നനഞ്ഞ പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഈ വിജാഗിരി മൂടനൊരു പെണ്ണ് എന്നിട്ട് നേരാ. എന്നിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? സെക്യൂർ വടുവഞ്ചാൽ താങ്ക് യു ഫോർ ദ 40 rupees. അവളെ അങ്ങ് കെട്ടിക്കോ മുത്തേന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നല്ല, ഓഡിയൻസ് പറയുന്നത്. ഞാൻ അതെ ഇപ്പൊ കേറി നോക്കിയതാ. സെക്യൂർ വടക്കാഞ്ചേരി എന്തായിരുന്നു? നാളെ വന്നോ ശരിക്കും? ആണോ? എടാ മിണ്ടാ നിക്കടാ. ഇതെന്താ എല്ലാരും ഇവിടെ കേറി പ്രപ്പോസ് ചെയ്ത് എന്താണത്? എന്നിട്ട് എന്തല്ല കോഴിയാ? ഇതെന്താ കോഴി എന്നെല്ലാം പറയുന്ന എല്ലാരും?
എടാ എന്ത് കോയിത്തരാന്ന് ഞാൻ ചെയ്തത്? അവര് ചാറ്റ് പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ വേറെ എന്ത് ചെയ്തു? മുനുവായിട്ട് നല്ല ചേർച്ചയാണല്ലോ ശരിക്കും. അങ്ങനെ ഉണ്ടോ ചാറ്റ്? ഇതെന്താ നമ്മൾ ഈ ചേർച്ച ചെയ്യും ഇതും മാത്രം പറയുന്നത്? അതിനെ കുറിച്ച് വിടാം, നമുക്ക് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കാം. കുടുംബശ്രീ ടോക്കിലേക്കാണല്ലോ പോകുന്നത്. കാര്യം അത് നമ്മളെ അടുത്ത ഇന്റർവ്യൂവിന്റെ അടുത്ത പാർട്ട് ഇപ്പൊ വരുന്ന പാർട്ട് 2 ആണോ? ഓ ഇത് കറക്റ്റ് സമയത്താലോ വിളിച്ചൊരു പ്രൊമോഷൻ ആയല്ല. പ്രൊമോഷനായി. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വിളിച്ചല്ലേട്ടാ, കറക്റ്റ് സമയത്ത് കോൾ വേർന്നിട്ട് ഇത് വന്ന്. പിന്നെന്തല്ല സുമേഷ് ഏട്ടനെല്ലാം എന്ത് പറയുന്നത്? കാര്യം പറഞ്ഞ നിങ്ങളെ മൂവി വേൾഡ് ടീം ഞാൻ കാര്യം പറയല, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാര്യം ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചാനൽ കാര്യമുണ്ട്, വേറെ ഉണ്ടാവില്ല. ഞാൻ അടുത്ത ഇന്റർവ്യൂ എന്തായാലും ഈ ഇപ്പം ഞാൻ അടുത്തൊന്നും ഇന്റർവ്യൂ കൊടുക്കൂല, വേറെ കാര്യം. അടുത്ത കൊടുക്കുക തന്നെ നിങ്ങൾക്ക് തന്നെ തരും, അത്രേ ഉള്ളൂ. അല്ല അയ്യോ നമ്മൾ വേറൊരു ടീം നമ്മളെ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുത്തു പോയി. അത് ഞാൻ മുന്നേ കൈ കൊടുത്താ, പിന്നെ ഞാൻ ഡിലേ വേണ്ടാന്ന് വെച്ചിട്ട് നിന്നതാ. പിന്നെ പറഞ്ഞ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പെൻഡിങ്ങിലെത്തിയത്, അത് ഞാൻ മിക്കവാറും ക്യാൻസലാക്കും. പിന്നെ പുതിയ എഡിറ്ററിനെ കാണിക്കുന്ന, പുതിയ എഡിറ്റർ ആയിട്ടില്ല, മിക്കവാറും അടുത്ത ലെവലിലേക്ക് പുതിയ എഡിറ്റർ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ട്രയലെല്ലാം കഴിഞ്ഞു, ലാസ്റ്റത്തെ ട്രയലാണ് ഇന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് ട്രയലിൻ്റെ ആളാണ്. അപ്പം മെഹറ നീ എൻ്റെ ലൈവ് കാണല്ലോ? ആണോ? അയ്യോ അയ്യോ ഇന്നലത്തെ ലൈവ് കണ്ടോ? ലാസ്റ്റ് കണ്ടോ? ഭാഗ്യം. ആണോ? അപ്പൊ ശരി, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ബൈ. മെഹർജാനോ? എന്നാ ഞാനും വിളിക്കോ മെഹർജാൻ. അയ്യേ ക്രിഞ്ച്, ഞാൻ വിളിക്കൂല. എന്ത്? ആ എടാ ഞാൻ നിന്നെ ട്രോൾ ചെയ്തതാ, ഞാൻ വെറുതെ തമാശാക്കുന്നതാ. നിഹാദ് അവളെ പ്രോപ്പോസ് ചെയ്യും. നിഹാദിന് അവൾ നല്ല ചേർച്ചയുണ്ട്. എടാ ഒന്ന് പോയടാ, ഇത് ചാറ്റ് മൊത്തം എല്ലാം വരുന്നു. അപ്പൊ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, ബൈ, സീ യു. അല്ല സോറി, ബൈ. ഒന്നുമില്ല, ഓക്കെ ബൈ. മാറിപ്പോയി, ശീലായിപ്പോയി എനിക്ക് എല്ലാരോടും ബൈ പറയും അങ്ങനെ. സോറി ബൈ അറിയാണ്ട ഞാൻ എല്ലാരോടും ബൈ പറയുമ്പോ സ്ഥിരം പരിപാടി ഒന്നല്ല. ഞാൻ എല്ലാരോടും, അതായത് ആരും വിളിച്ചാലും ചപ്പാത്തി മുഖ നീ ആടന്ന് കൊണയടിക്കണ്ട അവിടെ ബാക്കിൽ ഇരുന്നിട്ട് നാറി.